യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പല കാരണങ്ങൾ കൊണ്ടും ദയയും കുഞ്ഞിനെയും ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതാ നിനക്ക് നല്ലത്. ദേ, നിന്റെ ജീവിതവും കൂടി ഓർത്താ ഞാൻ ഈ പറയുന്നത്. ജീവിക്കേണ്ടത് നമ്മൾ ഒരുമിച്ചല്ലേ ശബരീട്ട? ഈ സമയത്ത് എന്റെയും കൂടി ഇഷ്ടം ശബരീട്ട മാനിക്കണം. പെട്ടെന്നൊരു ഉത്തരം പറ ശബരീട്ട. എന്തിനെത്ര തിടുക്കം? മോന്റെ ചടങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ആഹാരം കഴിച്ചിറങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു തീരുമാനം പറയാം. ഈശ്വര, വിനയനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ആയല്ലോ. ആരും ഒന്നും പറയാത്തെന്താ? ഇനി ചീരുവിനെ ഒന്ന് വിളിക്കാന്ന് വെച്ചാ ഫോണും എടുത്തില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഡോക്ടർ, എന്റെ മകന്റെ അവസ്ഥ എന്താ? എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ ഷോക്ക് ഏറ്റു വന്ന കേസാണോ? അതെ അതെ അതെ. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. പേഷ്യന്റിനെ ICUലേക്ക് മാറ്റുക കുറച്ച് സീരിയസാ. അയ്യോ എന്റെ മോൻ, അയ്യോ അയ്യോ മോനെ വിനയ, എടാ മോനെ വിനയ, എന്റെ മോന്റെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യല്ലോ മോനെ വിനയ. അയ്യോ ഡോക്ടറെ, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഭാര്യ രണ്ട് പെൺകുഞ്ഞുങ്ങളുള്ളതാ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അറിയാതിരിക്കൂ, ഞാൻ പറയുന്നു കേൾക്കുന്നേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ മോൻ ഡോക്ടർ. പേഷ്യന്റെ പേരെന്താ പറഞ്ഞ? വിനയേന്ദ്രൻ, എന്റെ മോനാ. ഓക്കെ, അച്ഛനൊരു കാര്യം ചെയ്യും. ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങി ICUലേക്ക് കൊണ്ടുപോവാ. കൂടെ വേറെ ആരുമില്ലേ? ഇല്ല സിസ്റ്ററെ, ഒരു അയൽക്കാരന്റെ വണ്ടിയിലാണ് കൊണ്ടുവന്നേ. അയാൾക്ക് വേറെ ട്രിപ്പ് ഉണ്ടായിരുന്നോണ്ട് വേഗം തിരിച്ചുപോയി. ഓ, ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാ ഞാൻ ഫോണും എടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കാൻ നോക്ക്. പിന്നെ അച്ഛനൊറ്റയ്ക്ക് ഇത് ഡീലാക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ മരുമോളെ ഒന്ന് വിളിക്കാൻ സിസ്റ്റർ ഫോണും തരുമോ? ഫോൺ തരാം. ഈ മെഡിസിൻ അത്യാവശ്യമായിട്ട് വേണം. അത് ആദ്യം വാങ്ങിച്ചിട്ട് വാ. ആ ശരി, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ സിസ്റ്ററെ? മരുമോളെ അല്ലേ വിളിക്കേണ്ടേ? നമ്പർ താ. വിനയന്റെ ഭാര്യ ചിലങ്ക, അവള് ഓഫീസിലാ. ഞാൻ നമ്പർ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് വിളിച്ച കാര്യം പറഞ്ഞാലും മതി. ശരി. ആ, നിങ്ങൾ നമ്പർ പറഞ്ഞു തന്നിട്ട് പോയിക്കോ. മരുന്ന് പെട്ടെന്ന് വേണോ? ആയിക്കോട്ടെ. 9847. ശരി, ഞാനൊന്ന് ഗ്യാപ്പ് കിട്ടുമ്പോ വിളിച്ചു പറയാം. നിങ്ങൾ പെട്ടെന്ന് മരുന്ന് വാങ്ങിട്ട് വാ. ശരി ശരി, വാങ്ങിട്ട് വേഗം വരാം. ഇതെല്ലാം ഇവിടെ എഴുതിയാ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്ഷനിലാ. ഓ, ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാ സംസാരിക്കുന്നത്. ചിലങ്കയല്ലേ? അതെ, പറഞ്ഞോളൂ. നിങ്ങളുടെ ഭർത്താവ് ഷോക്കേറ്റ് സീരിയസ് ആയിട്ട് ICUവില്. നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി വിനയന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടാ വിളിക്കുന്നത്. ഇതുപോലെ പല നമ്പറും പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. വെറുതെ നിങ്ങൾ ഇതിന്റെ ഇടയിലേ കേറാൻ നോക്കണ്ട. എന്താ? എനിക്കിതിനൊന്നും സമയമില്ല. ഞാൻ ജോലിയില. ആരാ ചിലങ്കെ? ഓ, അതങ്ങനെ കൊറേ പ്രാങ്ക് കോൾസ്. നീ ഇത് പറ, ഈ സെക്ഷനിൽ എന്താ ശ്രദ്ധിക്കണ്ടേ? ശബരി, എന്താ ചേട്ടാ? നീ എപ്പോഴും ദയക്ക് അനുകൂലമായി മാത്രമേ തീരുമാനം എടുക്കാറുള്ളൂ. പക്ഷെ ഈ കാര്യത്തിലും നീ അവളെ സപ്പോർട്ട് ചെയ്താ അത് നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. ഇതും കുടുംബത്തിന്റെ നിലനിൽപ്പും തമ്മിൽ എന്താ തന്നെയായിട്ട ബന്ധം? ദേ, ഇപ്പൊ നീ ഞങ്ങളെ ധിക്കരിച്ച് ദയയുടെ ഇഷ്ടത്തിനൊപ്പം നിന്നാൽ നാളെ
ഞങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വില അവള് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ ശബരി, ഞാൻ ഇതുവരെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ സംഭവത്തില് നീ ദയയോടൊപ്പം നിന്ന അവൾ അശോകേട്ടനെയും ധനേട്ടനെയും കള്ളന്മാരായിട്ട് കണ്ടതിനെ നീ അംഗീകരിച്ച പോലെ ആവില്ലേ? ശബരി, നീ പായസം കഴിച്ചില്ലല്ലോ? ഇതാ കഴിക്ക്, നല്ല പാലട പ്രഥമനാ. വേണ്ട ചേച്ചി, വയറ് നിറഞ്ഞിരിക്കുക. ആ ശരി. ശബരി ഒന്നിങ്ങ വന്നേ, വാ. ധനേട്ട, ശബരി, ഞാൻ നിന്റെ ചേച്ചിയെ ഏട്ടത്തെയും കുറച്ച് കാണുകയാണെന്ന് തോന്നരുത്. ഇപ്പൊ അവരൊക്കെ ദയും കുഞ്ഞിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ വലിയ ഉത്സാഹം കാണിക്കും. പക്ഷെ അവിടെ എത്തിയ ഇവരാരും ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ദയും കുഞ്ഞിനെ നോക്കാൻ നീ നല്ലോണം കഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല ശബരി, പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് നാളെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാ എല്ലാരും നിന്നെ കുറ്റപ്പെടുത്തും. 1 മാസം കൂടിയെങ്കിലും ദയ ഇവിടെ നിൽക്കട്ടെ പ്ലീസ് ശബരി. ശബരീട്ട, ശബരീട്ടൻ എന്ത് തീരുമാനിച്ചു? എന്റെ ഇഷ്ടത്തിനെതിരെ ശബരീട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ശബരീട്ടന്റെ തീരുമാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം. എന്നാലേ നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. അവരാരും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ തിടുക്കം കൂട്ടുന്നത്. എന്റെ അച്ഛനെയും രഘുവേട്ടനെയും അമ്പിളി ചേച്ചിയും അപമാനിക്കാനാ. അതിനെന്തായാലും ഞാൻ കൂട്ടു നിൽക്കില്ല. എല്ലാവരെയും വിളിച്ച് ദേ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞ് വേഗം കൂട്ടിക്കൊണ്ട് പോ. അവരിവിടെ നിന്ന് മുഖത്ത് അടി കിട്ടിയതുപോലെ ഇറങ്ങി പോകുന്നത് എനിക്ക് കാണണം. ശബരി, ഒന്നും കൂടെ വരൂ. വരൂ. ഇവിടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശബരിക്ക് നല്ല സമ്മർദ്ദം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനും നിന്റെ അച്ഛനും രഘുവും ഈ കാര്യത്തിൽ നിന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അറിയാനാ താല്പര്യപ്പെടുന്നത്. വിശ്വാസവും ആചാരവും നാട്ടുനടപ്പൊക്കെ മനുഷ്യന്റെ സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ പേരിൽ ആരും ആരോടും ഒരു നിബന്ധനകളും വയ്ക്കാൻ പാടില്ല. ദയ ശബരിയുടെ ഭാര്യ. അവളുടെ കാര്യത്തിൽ ശരിയാണെന്ന് തോന്നുന്നൊരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ആ തീരുമാനം ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാവുകയും ചെയ്യരുത്. അതെ, നീ എന്ത് തീരുമാനം നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. നീ പറഞ്ഞു ശബരി, അതിന്റെ മുകളിൽ വേറെ ആരും ഒന്നും പറയില്ല. ദേ, മോനെടുത്തോ, നമുക്കിറങ്ങാം. ചേച്ചി, ശബരീട്ടൻ എന്താ ഈ പറയുന്നത്? എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ നിങ്ങൾക്ക്? ദേ, നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണം.